ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ എത്തുന്ന പ്രധാന ഇടമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ആശുപത്രിക്ക് ചുറ്റും തെരുവുനായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രോഗികൾക്കും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് ഇവിടുത്തെ തെരുവുനായ ശല്യം. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ, പറയൂ. റോഷി സൂചിപ്പിച്ച പോലെ തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ദിനംപ്രതി 100-ലധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. പലതരത്തിലുള്ള രോഗികൾ എത്തുന്നു, അവരുടെ കൂട്ടിരിപ്പുകാർ, അങ്ങനെ ദിനംപ്രതി 1000-ലധികം ആളുകൾ വന്നു പോകുന്ന ഒരിടമാണ് മെഡിക്കൽ കോളേജ്. പക്ഷേ ഇവിടേക്ക് കയറാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഈ ആശുപത്രിക്ക് ചുറ്റുമായി തെരുവുനായ്ക്കൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ പലതരത്തിൽ നിറയെ ഇവിടെ തെരുവുനായ്ക്കളായിരുന്നു ഉള്ളത്. ഇപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് മാറിപ്പോയിട്ടാണുള്ളത് എന്നുള്ളതാണ്. ഇപ്പോഴും പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പലതരത്തിൽ ഇവിടെ തെരുവുനായ്ക്കൾ ഇവിടെയുണ്ട്. എല്ലാം ക്ഷൗരമുള്ള പട്ടികളാണ്. ഇതെല്ലാം ഈ ആളുകളൊക്കെ നടന്നു പോകുമ്പോൾ അവർ പിന്നാലെ ഓടുകയും അവരെ കടിക്കാൻ പിന്നാലെ ഓടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഡോക്ടർമാർക്ക് പോലും സഹികെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാനിപ്പോഴുള്ളത് അതേ മെഡിക്കൽ കോളേജിൻ്റെ വുമൻസ് ഹോസ്റ്റലിന് മുന്നിലാണ്. ഇവിടെയാണ് തെരുവുനായ്ക്കൾ ഏറ്റവും കൂടുതൽ ശല്യം. കാരണം രാത്രിയായാലും ഇവിടുത്തെ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് എന്നാണ് നമുക്ക് ഈ കുട്ടികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. മാത്രമല്ല, ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ എണ്ണാൻ കഴിയാത്ത അത്രയും തെരുവുനായ്ക്കളായിരുന്നു എനിക്ക് ചുറ്റും അതുപോലെ തന്നെ പരിസരത്തേക്ക് ഉണ്ടായിരുന്നത്. ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികൾ തന്നെ പറയും. വലിയ ബുദ്ധിമുട്ടാണല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് കോളേജിൽ തന്നെ ഒരു കുറഞ്ഞ ഒരു 30 പട്ടികളെങ്കിലും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഡെയിലി ബുദ്ധിമുട്ടുണ്ട്. രാവിലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ കാണുന്ന ഞങ്ങളുടെ പീഡിയാട്രിക് കാഷ്വാലിറ്റിയാണ് SITൻ്റെ. അവിടെ കുഞ്ഞുങ്ങളും അമ്മമാരും പ്രായം ചെന്നവരും ഒരേപോലെ വരുന്നവരാണ്. എല്ലാവരും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും പട്ടികൾക്കെതിരെ പേടിപ്പിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ആ പട്ടി ഒന്ന് ഓടി രക്ഷപ്പെടാനോ എന്നുള്ള സാഹചര്യം ഇല്ല. അന്നേരം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല ഇവിടെ നടക്കുന്നത്. പട്ടികളെ നിങ്ങളുടെ പുറകെ ഓടിക്കും അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. എനിക്ക് തന്നെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പട്ടി പുറകെ ഓടി വന്നിട്ടുണ്ട്. പിന്നെ നടന്നു വരുന്ന കുട്ടികളെ, ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ഫൈനൽ ഇയർ ആയിക്കോട്ടെ, HS ആയിക്കോട്ടെ, PGs ആയിക്കോട്ടെ, എല്ലാവർക്കും ഒന്നും വണ്ടി ഉണ്ടാകണമെന്നില്ല. ഇപ്പം പുറകെ ഓടിച്ച് തന്നെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടന്നു വരുന്ന ആൾക്കാരെ പുറകെ വന്ന് കടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. രാത്രി ഈ വഴിയൊക്കെ വരാൻ ഭയമാണ് ഇവിടെ. അതെ, രാത്രി നമുക്ക് പുറത്തിറങ്ങാൻ അത്യാവശ്യം നല്ല ഭയമാണ്. ഞങ്ങൾക്ക് ഇവിടെ മാത്രമല്ല, കോളേജ് പീഡിയാട്രിക് കാഷ്വാലിറ്റിയുടെ മുമ്പിൽ RCC ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ ഇവിടെയൊക്കെ നല്ല പട്ടീൻ്റെ ശല്യമുള്ള ഹോസ്റ്റലിനകത്തൊക്കെ പട്ടി കയറി വരാറുണ്ട്. ബയോമെട്രിക്സ് ഉണ്ടാകുന്നതിന് മുന്നേ പട്ടി വരായിരുന്നു. ബയോമെട്രിക്സ് ആയതിനു ശേഷം വരാറില്ല. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ, നേരത്തെ ലോക്ക്ഡൗൺ ആയിരുന്നില്ല. ആ സമയത്തൊക്കെ കയറി വരുമായിരുന്നു. ആർക്കെങ്കിലും പരാതിപ്പെട്ടാണോ ഇവിടുത്തെ പട്ടികളെ ഒന്ന് മാറ്റണം എന്നൊക്കെ? പരാതിപ്പെട്ടിരുന്നു. അതിനെതിരെ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പാങ്ങപ്പാറ CHC തന്നെ സ്ട്രേ ഹോംസിനെ വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം പാരമ്യത്തിലെത്തിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഈ പട്ടികളെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അടിയന്തര ആവശ്യമാണ്. ഞങ്ങൾ കൊല്ലണമെന്നൊന്നും പറയുന്നില്ല, പക്ഷെ വന്നീകരിക്കുകയോ എണ്ണത്തിൽ കുറച്ചൊന്ന് അവരുടെ അഗ്രസീവ്നെസ് ഒന്ന് കുറച്ചാൽ നല്ലതായിരുന്നു. റോഷി, അത് തന്നെയാണ്. അതായത് തെരുവുനായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റിത്തരണം എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ആവശ്യം. കാരണം ഞാൻ നേരത്തെ ഇവിടെ നിന്നപ്പോൾ തന്നെ ഈ ഭാഗത്തേക്കാണ് തെരുവുനായ്ക്കളെല്ലാം ഓടിക്കയറി പോയിട്ടുള്ളത്. അവിടെയൊക്കെ കാട് പിടിച്ച സ്ഥലങ്ങളാണ്. തെരുവുനായ്ക്ക് അവിടെ പോയി ഇരുന്നതിന് ശേഷം രാത്രി പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അവിടെ അത്രയും കാട് പിടിച്ച് കിടക്കുന്നൊരു ഇടം കൂടിയാണ്. ആളുകൾ ആ ഭാഗത്തേക്ക് കുറവാണെങ്കിൽ പോലും രാത്രി കഴിഞ്ഞാൽ ഈ റോട്ടിലേക്ക് എല്ലാം കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിന് എത്രയും വേഗം തന്നെ ഭാഗ്യം കൊണ്ടാണ് പലർക്കും കടിയേൽക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ പട്ടി റോഡിന്, അതായത് ഈ വാഹനത്തിന് പുറകെ ഓടി മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ പട്ടികളെ കൊണ്ട് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി വലിയ ശല്യമാണ് സഹിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെയും ആവശ്യം. റോഷിനി, മനസ്സിലായി. വിദ്യാർത്ഥികൾ തന്നെയാണ് പ്രതികരിച്ചത്. ഈ പട്ടികടിയേറ്റ ആശുപത്രിയിൽ ചെന്നാൽ അവിടെയും പട്ടി എന്നുള്ള അവസ്ഥ. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിൽ പല ആശുപത്രികൾക്ക് ചുറ്റും തെരുവുനായ്ക്കൾ വിളയാടുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്.